സുവിശേഷം എന്ന പുസ്തകത്തിന്റെ പഠനത്തിന്റെ 11ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ച വിഷയത്തിന്റെ തുടർ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. നിക്കോദെമോസ് എന്ന ഒരു യഹൂദന്മാരുടെ പ്രമാണിയും പരീക്ഷനുമായിരിക്കുന്നോട് ദൈവമായ കർത്താവ് അവനോട് സംസാരിക്കുന്ന ആഴമേറിയ കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് 10 കാര്യങ്ങളാണ് ദൈവനോട് സംസാരിച്ചെന്ന് പറഞ്ഞത്. ഒന്ന്, വീണ്ടും ജനനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവം കൊടുത്തു. 2, ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവനോട് പഠിച്ചുകൊണ്ടിരിക്കാത്ത. 3-ാമതായത് അവനോട് ദൈവം കൽപ്പിച്ചത് വചനത്താൽ ജനിക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ആത്മാവിനാൽ ജനിച്ചവരുടെ പ്രത്യേകതയെ കുറിച്ച് അവനോട് അറിയിച്ചുകൊണ്ടിരിക്കാത്ത. തികഞ്ഞവനായ മനുഷ്യപുത്രനെ അവന് വെളിപ്പെടുത്തി കൊടുത്തു. പിച്ചവസ്ത്രത്തെ ഉയർത്തിയതിന്റെ പൊരുൾ അവനോട് വെളിപ്പെടുത്തി. ലോകത്തെ സ്നേഹിച്ച ദൈവസ്നേഹത്തെ കുറിച്ച് അവനോട് പാടിയർത്തുന്നു. യേശുവിന്റെ 1-ാമത്തെ പ്രത്യക്ഷതയുടെ ഉദ്ദേശത്തെ കുറിച്ച് അവനോട് അറിയിച്ചു. രക്ഷ അല്ലെങ്കിൽ ശിക്ഷ എന്നതിനെ കുറിച്ച് ദൈവം അവനോട് കൽപ്പിച്ചു. സത്യവെളിച്ചത്തിലേക്ക് വരുന്നവരും അല്ലാത്തവരുമായിട്ടുള്ളവരെ കാര്യങ്ങളെ കുറിച്ച് ദൈവം സംസാരിക്കാൻ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവനോട് സംസാരിച്ച് അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അവനോട് സംസാരിച്ച വിഷയത്തിന്റെ മാർമിക വിഷയങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം എന്താകുന്നു എന്നുള്ളത്, ദൈവത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ച് നമ്മൾ ആധികാരികമായി ചിന്തിക്കാൻ പറ്റും. കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത് പിതൃസർപ്പത്തെ ഉയർത്തതിനെ കുറിച്ചുള്ള കാര്യത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ദൈവം അവരോട് അത്രമാത്രം കഠിനമായിട്ട് ഇടപെടാൻ കാരണമായി തീർന്നത് ഒരിക്കലും കൊടുക്കേണ്ടാത്ത ആഹാരം ദൈവം അവർക്ക് നൽകുവാനിടയായിട്ട് സ്വർഗത്തിലെ അഥവാ പർദീസയിലെ ദൂതന്മാർ കഴിക്കുന്ന ശക്തിമാന്മാരുടെ ആഹാരമാണ് ദൈവം അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം നൽകിയോ എന്നിടയായിട്ട്. അത് മുന്നമേ അവർക്ക് വേണ്ടി കരുതിയിരുന്നു. അവർ തൊട്ടികളോടുകൂടെ മാവൊക്കെ ആയിട്ട് എടുത്ത് പുറപ്പെട്ടപ്പോൾ അതുകൊണ്ടൊന്നും തികയറ്റില്ലായിരുന്നു. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി കരുതി നിന്നു. ജാറി വെള്ളമോ കുപ്പി വെള്ളമോ അല്ലെങ്കിൽ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോന്നപ്പോ മരുഭൂമിയിൽ അതിനുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്നാൽ അവർക്ക് വേണ്ടതെല്ലാം നൽകുവാൻ ദൈവം മുന്നമേ കരുതിയത്. അതുകൊണ്ടാണല്ലോ ദൈവരെ പുറപ്പെടുവിച്ചത്. അപ്പോൾ പ്രാരംഭ സമയങ്ങളിൽ അതവർക്ക് സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു. ദൈവരെ വിടുവിച്ചപ്പോൾ, ചെങ്കടലിൽ വിഭാഗിക്കപ്പെട്ടപ്പോഴൊക്കെ അവർ സന്തോഷിച്ചു. അതുപോലെ മന്ന അവർക്ക് പൊഴിച്ചു കൊടുത്തപ്പോൾ അവര് അത് ആദ്യമൊക്കെ സന്തോഷിച്ചെന്നാൽ പിന്നീട് നിസ്സാരമായി അതിനെ കണക്കാക്കുവാൻ കഴിയാത്തത്. അപ്പോൾ ഇതേക്കുറിച്ച് പിന്നീട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പമാര തമ്മിലൊക്കെ അതിനെക്കുറിച്ച് 12 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവമാണ് ഈ മന്ന അവർക്ക് കൊടുത്തത് എന്നുള്ളത് അവർ അതിന്റെ അർത്ഥവും അതിന്റെ പിൻപിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും മനസ്സിലാകാതെ ലഭിച്ചത് പോരാ, അല്ലെങ്കിൽ അത് തികയുന്നില്ല, അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഹാരം വേണം എന്നുള്ള ചിന്തയിലേക്കൊക്കെ അവർ നീക്കപ്പെടുവാൻ കഴിയട്ടെ. അത് അതിമോഹമായി പോയി. മരുഭൂമിയിൽ അത്രയും തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല.
പിന്നെ ശിശു 6-ാം അധ്യായം അതിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. അപ്പോൾ അന്ന് അവിടെ കൊടുത്ത അപ്പം എന്തായിരുന്നു എന്നുള്ളതിന്റെ അത് നിഴലായിരുന്നു. പൊരുളായിട്ടുള്ളത് എന്താണ് എന്നുള്ളത് ഈ അബ്രഹാമിന്റെ സന്തതിയോട് ദൈവം വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് അഗ്നിസർപ്പങ്ങൾ ഇറങ്ങിയെന്നറിയാമോ? അതിന് കാരണം ക്രിസ്തുവിന് നിഴലായിരുന്ന മന്നയെ അവര് നിസ്സാരമായി കണക്കാക്കിയത് നിമിത്തമാണ് ദൈവത്തിന്റെ കോപം അവിടെ ചൊരിയപ്പെടുവാനായിട്ട്. ഇവിടെ ഒരു ദൈവജനത്തോടുള്ള എതിർപ്പോ ദൈവത്തെ അവഹേളിക്കുകയോ ദൈവത്തെ അപമതിക്കുകയോ ചെയ്താൽ വലിയ ശിക്ഷയ്ക്ക് കാരണമായിട്ട് എന്നുള്ളതാണ് ദൈവജനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ദൈവമക്കളായിരിക്കും നമ്മള് ദൈവജനം അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്തതിനു ശേഷമായി ഈ ദൈവജനത്തെ നിസ്സാരമായി കാണാതെ അതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അതിന് വേണ്ടതായ ബഹുമാനവും വിലയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യണം. ദൈവം പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ എന്ന് പറഞ്ഞു. ഇവർക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അരിശമാണ്. ഇപ്പം സ്വർഗീയ ദൈവത്തെ തന്റെ പിതാവെന്ന് പറയുന്നത് ഒട്ടും ദഹിക്കുന്ന കാര്യമല്ല. അവർക്ക് മോശയെക്കുറിച്ചും മോശ പ്രമാണത്തെക്കുറിച്ചും യഹോവയെക്കുറിച്ചുമുള്ള ചിന്തയുണ്ട്. എന്നാൽ യേശു എന്ന് പറയുന്നത് യഹോവിനെ സംബന്ധിച്ചത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഷയമാണ്. അത് അവരെ ദൈവം മറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം, അവർക്ക് ദൈവം മറച്ചു വെച്ച കാര്യവുമാണ്. യേശു അവരോട്, ആമേൻ ഞാൻ ഞങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ലോകത്തിന് ജീവൻ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവ് ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. ഇവിടെ ഈ സന്ദേശത്തോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് അവിടെ തുറന്നു പോയത്. ഈ വചനം പഠിക്കുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഭാഗമാണ് തുറന്ന് കർത്താവോട് അവിടെ അരുളിച്ചത്. പക്ഷെ ഇത് ഇവിടെ ഒരു എടുത്ത് പഠിച്ചെങ്കിലും അവർ മനസ്സിലായി. അപ്പോൾ മോശ കൊടുത്ത അപ്പമല്ല, അതിന്റെ പിതാവാണ് തന്നത്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ അപ്പം സാക്ഷാലുള്ളത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അപ്പം കൊടുക്കുന്നത്. അത് മുഖത്തെ മിനുക്കുവാൻ എണ്ണയും അതുപോലെ ജീവൻ നിലനിർത്താൻ വേണ്ടി അപ്പവും വീഞ്ഞ് അവന്റെ സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നെന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞു. ദൈവം അത് കൊടുക്കുന്നത് മരുഭൂമിയിൽ അവിടെ ജീവൻ സസ്റ്റെയിൻ ചെയ്യുവാൻ, നിലനിർത്തുവാൻ, അവിടെ പ്രാണന് വേണ്ട ആഹാരം അത് അവര് ദൈവോട് കൊടുത്തിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം തന്ന ആഹാരം അതല്ല എന്നുള്ളതാണ് തുടർന്ന് കർത്താവ് ഈ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ. അപ്പോൾ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഇവിടെ കണ്ടസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ മോശ പിച്ച സർപ്പത്തെ ഉയർത്താൻ കാരണമായി തീർന്നത് അവര് മന്ന നിസ്സാരമായി കണക്കാക്കിയത് കൊണ്ടാണ് ദൈവം അവിടേക്ക് അഗ്നി സർപ്പങ്ങളെ അയച്ചിട്ട് അതിന്റെ കടിയേറ്റ് അനേകർ മരിച്ചു പോയത്. അത് നിമിത്തമായി മോശയോട് പറഞ്ഞു, ഒരു പിച്ച സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക, ആരെങ്കിലും കടിയേറ്റാൽ അതിനെ നോക്കുന്നവൻ ജീവിക്കും എന്ന് പറയാൻ കഴിയാത്ത. അപ്പോൾ അത് കാരണം അതാണ്, അവര് അപ്പത്തെ ദൈവം കൊടുത്ത ആ വചനമാകുന്ന അല്ലെങ്കിൽ നിഴലായിരുന്നത് അവർ നിരസിച്ചു കളഞ്ഞു. അവിടെ മരുഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമായ ആരോഗ്യ സമ്പൂർണമായിരിക്കുന്ന അതുകൊണ്ട് മറ്റൊന്നും കഴിച്ചില്ലെങ്കിലും അതിനകത്തെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന സമീകൃത ആഹാരം എന്ന് പറയല്ലേ, അത് കൊടുക്കും.
ബാക്കി ഒന്നും കഴിക്കണ്ട. നമ്മൾ കഴിക്കുന്ന പോലെ ചോറ്, മീന്, മുട്ട, അങ്ങനെ ഓരോ സോഡിയം, പൊട്ടാസ്യം ഇതെല്ലാം കണക്ക് കൂട്ടി ഓരോന്നോരോന്ന് ആഹാരം കഴിക്കണ്ടേ. ദൈവം ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി സ്വർഗത്തിലെ ദൂതന്മാർ അല്ലെങ്കിൽ അവരെ കഴിച്ചുകൊണ്ടിരുന്ന ശക്തിമാന്മാരുടെ അപ്പം ദൈവം അവർക്ക് കൊടുത്തു. അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാ പോഷകാംശങ്ങളും അടങ്ങിയിരിക്കുന്ന ആഹാരമാണ് ഇസ്രായേലിന് ദൈവം കൊടുത്തത്. ഒന്നിനും കുറവില്ല. പറഞ്ഞാൽ ഈ സ്പേസിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ പോകുന്ന പോലെ ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇറച്ചിയും മീനും മുട്ടയും എല്ലാം കൊണ്ടാണ് അവർ പോകുന്നത്. അല്ല, അല്ല അവിടെ കൊണ്ട് കുക്ക് ചെയ്ത് അല്ല അവർ ജീവിക്കുന്നത്. അവിടെ ജീവിക്കാൻ അവർക്ക് ആവശ്യമായിരിക്കുന്ന അധികം ആഹാരം നമ്മുടെ ഉണ്ടാക്കി കഴിക്കാൻ അതിനെ ടാർഗറ്റ് ചെയ്തുള്ള ആഹാരം കൊടുക്കും. അത് മതി. നമ്മളിവിടെ ഇതെല്ലാം കൂടെ രാവിലെ മുതൽ 24 മണിക്കൂറും ഉണ്ടാക്കി തിന്നാലും നമ്മുടെ ആരോഗ്യം പിന്നെയും കണക്കാം. എന്തെങ്കിലും കുറയും കൂടുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഷുഗർ കൂടും, ചിലപ്പോൾ പൊട്ടാസ്യം കുറയും, ചിലപ്പം കാൽസ്യം കുറയും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ അവരിൽ ഒരു ബലഹീനരും ഇല്ലാതെ വണ്ണം ദൈവം കൊടുത്ത ആഹാരം അത്ര ശ്രേഷ്ഠമായിരുന്നു. അതൊരു പക്ഷെ വലിയ ടേസ്റ്റ് ഉള്ളതോ രുചിയുള്ളതായിരുന്നു. പക്ഷേ എന്നും കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കതൊരു നിസ്സാരമായി തോന്നി. ദൈവിക ദൗത്യത്തിന് വേണ്ടി ദൈവം അവരെ കൊണ്ടുപോകുമ്പോൾ നമ്മളിലവർക്ക് കൊടുത്ത എത്ര ശ്രേഷ്ഠകരമായ ആഹാരമായി അവർ കൊടുത്ത് നമ്മളൊരു പക്ഷെ അത്രയും ചിന്തിച്ച് കാണത്തില്ല. അതിന്റെ പോഷക മൂല്യത്തെക്കുറിച്ച് വേറെ ഒന്നും അവർ കഴിച്ചില്ല. മഞ്ഞ മാത്രമാണ് കഴിച്ചത്. നമ്മളോട് എന്തെല്ലാം കഴിക്കണം? ആപ്പിൾ കഴിക്കണം, ഓറഞ്ച് കഴിക്കണം, മുന്തിരി കഴിക്കണം, പിന്നെ മീൻ കഴിക്കണം, ഇറച്ചി കഴിക്കണം, മുട്ട കഴിക്കണം, അങ്ങനെ ഒരുപാട് ലിസ്റ്റുണ്ട്. ന്യൂട്രീഷനൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവരതിൻ്റെതായിട്ടുള്ള എല്ലാം തരും. ഇതെല്ലാം കഴിച്ചാലും പിന്നെയും രോഗങ്ങളും പ്രശ്നങ്ങളും. എന്നാൽ ദൈവം കൊടുത്ത ശക്തിമാന്മാരുടെ അപ്പം കഴിച്ചപ്പോ അവരിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അന്ന് കഴിച്ച ആഹാരത്തിന്റെ ആ ബലമാണ് ഇന്നും ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യേക കഴിവായി നിൽക്കുന്നത്. ഇന്നും അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്തതിന്റെ കാരണം അവർ ശക്തിമാന്മാരുടെ അപ്പം കഴിച്ചവരാണ്. അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഇസ്ഹാക്കിന്റെ മകനായിരിക്കുന്ന ഇസ്രായേൽ തലമുറയിൽ നിന്നുള്ളവരെ ദൈവം അവരെ വീണ്ടെടുത്ത് മരുഭൂമിയിൽ കൂടി നടത്തിയപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ആഹാരം അത് ശ്രേഷ്ഠമായിരുന്നു. അതുപോലെ ആഹാരം കഴിച്ച ഒരു ജാതി ഈ ലോകത്തിലില്ല. ദൈവം കൊടുത്ത ആഹാരം കഴിച്ചില്ല. നമുക്കറിയാം, ഓരോ രാജ്യത്തിനും പ്രത്യേകമായിട്ടുള്ള ആഹാരമുണ്ട്. അതൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റും കാര്യങ്ങളും വ്യത്യാസമാണ്. അതിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, ഭക്ഷണത്തിന്റെ ഓരോ സ്റ്റാൻഡേർഡ്, പല രീതിയിലുള്ള സ്റ്റാൻഡേർഡുള്ള ഫുഡുകളുണ്ട്. ട്രെയിനിൽ കഴിക്കുന്ന ആഹാരമുണ്ട്, ഫ്ലൈറ്റിൽ കഴിക്കുന്ന ആഹാരമുണ്ട്, സ്പേസിൽ കഴിക്കുന്ന, ഷിപ്പിൽ കഴിക്കുന്ന ആഹാരമുണ്ട്, സ്റ്റാർ ഹോട്ടലിലെ ഫുഡുണ്ട്, സാധാരണ കടയിലെ ആഹാരമുണ്ട്. ഇങ്ങനെ അവനവന്റെ നിലവാരത്തിനനുസരിച്ചുള്ള ആഹാരമാണ് കഴിക്കുന്നത്. എന്നാൽ ഒരു ദൈവം കൊടുത്തത് എല്ലാവർക്കും ഒരുപോലെ, ഒരു ഉച്ചനീചത്വമില്ലാതെ, ഒരു ക്ലാസ് ഇല്ല. ഫസ്റ്റ് ക്ലാസ് എന്നോ സെക്കൻഡ് ക്ലാസ് എന്നോ ബിസിനസ് ക്ലാസ് എന്നോ പ്രവാചകനെന്നോ ലീഡറെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൊടുത്തത് ശക്തിമാന്മാരുടെ അപ്പമായി. മരുഭൂമിയിൽ യേശു പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ അപ്പം കഴിച്ചു, മഞ്ഞ കഴിച്ചു. അത് എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു. ഒരുപോലെയാ കൊടുത്തത്. യാതൊരു മാറ്റം കൊടുത്തില്ല. വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള ആഹാരം കൊടുത്തില്ല. ഒരു മുഖവർഷം കാണിക്കാതെ എല്ലാവർക്കും കൊടുത്തു. അത് കഴിച്ചതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് രോഗമില്ലായിരുന്നു, സ്ത്രീകൾക്ക് കുഴപ്പമില്ലായിരുന്നു, പുരുഷന്മാർക്ക് കുഴപ്പമില്ലായിരുന്നു, വൃദ്ധന്മാർക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് മതിയായിരുന്നു. ആഹാരത്തിന്റെ ആ സമ്പുഷ്ടത, ആ പോഷക മൂല്യം എത്ര വലുതായിരുന്നു. അത് ലഭിച്ചിരുന്നെങ്കിൽ നമുക്കിവിടെ ഇത്രമാത്രം ഈ ആഹാരം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ദൈവം നിർത്തിക്കളഞ്ഞു. എരിഹോവിൽ എന്ന് എല്ലാം പിടിച്ച ശേഷമായി യോശുവ ആ ദേശത്തിന്റെ ആഹാരം കഴിക്കാൻ, അന്നത്തെ അവിടെയുള്ള ആഹാരം അവർക്ക് ലഭിച്ചോടുകൂടി മന്ന നിന്നുപോയി, പിന്നീട് കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു അന്ന് കഴിച്ച ആഹാരം അത്ര ശ്രേഷ്ഠമായ ആഹാരമായിരുന്നു. മുഖാന്തരമല്ല ഒരു ബലഹീനം രോഗികൾ ഉണ്ടാകാതിരുന്നത്. എന്നാൽ അങ്ങനെ കൊടുത്ത സമ്പുഷ്ടമായിരിക്കുന്ന ആഹാരത്തെ നിസ്സാരമെന്നെണ്ണി ജനം ഞങ്ങൾക്കിത് നിസ്സാരമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം
ദൈവത്തിന് മനസ്സിലായി മൂഢജാതിയെ ഇവർക്ക് അറിയത്തില്ല, ഇവന്മാർക്ക് ഇതിന്റെ ഗുണം അറിയത്തില്ല, മോക്ഷഗുണം അറിയത്തില്ല. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ദൈവം കൊടുക്കുന്നതിന്റെ പോഷക മൂല്യം അറിയാത്തവരാ അന്ന് അതിനോട് മറുതലിച്ചത്, മല്ലടിച്ചത്, അതിനോട് മത്സരിച്ചത്, പിറുപിറുത്തത്. അവർ പിറുപിറുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ ഇടയിൽ അഗ്നിസർപ്പത്തെ അയച്ചു. ദൈവം പഠിപ്പിച്ചു കൊടുത്തു, ഞാൻ തരുന്നത് ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, പക്ഷേ നിനക്കത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് അഗ്നിസർപ്പങ്ങൾ ഇറങ്ങി അവരെ ബുദ്ധി പഠിപ്പിച്ചു. അത് കടിയേറ്റ് കഴിയുമ്പോൾ അവരതിൽ നോക്കി ജീവൻ പ്രാപിക്കണമായി. അതതിന്റെ ഒരു നിഴലായിരിക്കുന്ന പശ്ചാത്തലമാണ്. സാഹചര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവന്, മരുഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമായ പോഷകസമ്പുഷ്ടമായിരിക്കുന്ന ആഹാരം. ആലോചിച്ച് നോക്ക്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന, പൈസ ചെലവാക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനു വേണ്ടിയാ നമ്മുടെ ഭൗതിക ആഹാരം ഉണ്ടാക്കാൻ അല്ലെ, അതിനു വേണ്ടിയല്ലേ കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി. നമ്മുടെ സമ്പാദ്യവും മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ വയറിന് വ്യക്തിക്ക് വേണ്ടിയെന്നാണ് ബൈബിൾ പറയുന്നത്. അതിനു വേണ്ടി. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടാതെ ദൈവം അവർക്ക് കൊടുത്ത ആ ശ്രേഷ്ഠകരമായ ആഹാരം, അത് പോഷകമൂല്യമുള്ളതായിരുന്നു, അത് മെഡിസിൻ ആയിരുന്നു, ആരോഗ്യമുള്ളതായിരുന്നു. പക്ഷേ അതിന്റെ വാല്യൂ തിരിച്ചറിയാത്തവരാണ് അതിനെ നിസ്സാരമെന്ന് എണ്ണി പുലർക്കാൻ ഇടയാറ്റുണ്ടെങ്കിൽ ദൈവരെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം അവരുടെ ഇടയിലായ അഗ്നിസർപ്പം അവരെ കൊന്നു കളഞ്ഞപ്പോൾ അവരോടി വന്ന മോശയോട് പറഞ്ഞു, മോശ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. ദൈവമായ കർത്താവ് മോശയുടെ പ്രാർത്ഥന കേട്ടു. അഗ്നിസർപ്പങ്ങളെ നീക്കിക്കളഞ്ഞില്ല. ദൈവം പറഞ്ഞു, ഇതിനോട്ട് ഇന്ന് ഈ പ്രവൃത്തി നാളെ പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്തു, നിങ്ങളുടെ പ്രയാണത്തിൽ ഒരു താമ്ര സർപ്പത്തെ കൂടി ഉണ്ടാക്കി പൊടിയടയാളമായി പിടിച്ചു, ഞാൻ കടിച്ചു കഴിയുമ്പോൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. കാരണം ദൈവത്തെ മനുഷ്യന്റെ സ്വഭാവം എന്താണെന്നുള്ളത്. ഇന്ന് പ്രാർത്ഥിച്ചിട്ട് മാറിക്കഴിഞ്ഞാൽ നാളെയും വലിയ സ്വഭാവം കാണിക്കാത്ത ഒരു അവരെ കൊണ്ടുപോകാൻ വേണ്ടിയുടെ എന്ന് വരെ ഇത് കൊണ്ടുപോയെന്നുള്ളത് നമുക്കറിയാം. മരുഭൂമിയിലെ യാത്രയിൽ ഈ പിച്ചസർപ്പം അവർ കൊണ്ടു നടന്നിരുന്നു. കാരണം ദൈവം അയച്ച അഗ്നിസർപ്പത്തെ മാറ്റിയതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. കാരണം ഈ പഠിപ്പിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ദൈവം അതിനെ വെച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കാണിക്കുന്നത് പുതിയ നിയമത്തിൽ ദൈവത്തിനുള്ള വിരക്തി വന്നു കഴിഞ്ഞാൽ, നിസ്സാരമായി കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കോപം വരും. അന്നവർക്ക് ആത്മീയ ജീവൻ അല്ല നഷ്ടപ്പെട്ടവർക്ക്, അവരുടെ പ്രാണനാ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങളും നിസ്സാരമായി കണക്കാക്കിയാൽ നമ്മുടെ ആത്മീയ ജീവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കൊണ്ട് ആത്മീയ ഭോജനമാകുന്ന ദൈവത്തിന്റെ വചനം അത് ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതമെന്നുള്ള എന്ന ആ ഒരു ബഹുമാനത്തോടെ നാം ദൈവനെ കൈക്കൊള്ളണമേ എന്ന് ഇന്ന് രാത്രി ഞാൻ ഈ വചന അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കും. അപ്പോൾ ഇതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് ബന്ധപ്പെടുത്തി കഥ പറയുകയാണ്. അവരിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്നതുപോലെ മനുഷ്യത്തിന് വീഴ്ത്തേണ്ടതാകുന്നു. അവൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത്. ഒരു കഥ പറഞ്ഞു, ഈ മരുഭൂമിയിൽ മന്ന നിസ്സാരമായി കണക്കാക്കി മത്സരിച്ച് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവം ഉയർത്തിയത് പിച്ചസർപ്പമാണെങ്കിൽ പറഞ്ഞു, ഇവിടെ എന്നെ അതുപോലെ ഉയർത്താൻ പോവുക. കാരണം ഈ ദൈവവചനത്തോട് മത്സരിക്കുന്നവരുണ്ടാകും, നിസ്സാരമായി കാണുന്നവരുണ്ടാകും. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ലോകത്തെല്ലാവരും അംഗീകരിക്കുന്നതല്ല ക്രിസ്തുവിന്റെ വചനം, ദൈവവചനം. അവിടെ മത്സരിക്കുന്നുണ്ട്, അതിനോട് മറുതലിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന്റെ വചനമാകുന്ന ക്രിസ്തുവിനെ, സാക്ഷാൽ അപ്പമാകുന്ന ക്രിസ്തുവിനെ നിരസിച്ചാണ് നീ ജീവിക്കുന്നതെങ്കിൽ രാത്രി ദൈവം ഓർമ്മപ്പെടുത്തുക, നീ ആത്മീയമായി മരിച്ചു പോകും, നിത്യ ന്യായവിധിക്ക് കാരണമായി തീരും. കൊണ്ടാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, ന്യായവിധി അകപ്പെടുവാനിടയാത്തരും നിത്യശിക്ഷാവിധിക്ക് കാരണമായി തീരും. എന്നാൽ ആരെങ്കിലും വചനത്തോട് മത്സരിച്ച് ദൈവകൽപ്പന അംഗീകരിക്കാതെ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ രാത്രിയിൽ അത് മാറ്റി നീ പാപത്തിന്റെ മരണത്തിന്റെ കടിയിൽ അകപ്പെട്ട് ആത്മമരണത്തിലായിരിക്കുന്നത്
ഈ യേശുവിനെ കാണുവാൻ, അവനെ സ്നേഹിപ്പാൻ ഇന്ന് രാത്രി കഴിഞ്ഞതുകൊണ്ട് അടുത്ത വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പാപത്തിന്റെ കഠിനതയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ അടിമപ്പെട്ടുകൊണ്ട് നിത്യമരണത്തിലായിരിക്കുന്നെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കിയാൽ അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാനും നിങ്ങളും ദൈവജനം കേട്ട ആ സമയങ്ങളൊന്നും ഇതിനെ വേണ്ട രീതിയിൽ ദൈവകൽപ്പന അംഗീകരിക്കുകയോ അതിനെ ഏറ്റെടുക്കുക ചെയ്തവരല്ല, മത്സരിച്ച് എതിർത്തവരുമായിരുന്നു. ഇതൊക്കെ അങ്ങനെയാണോ ചിന്തിച്ചവരായിരുന്നു. ഞങ്ങളുടെ പാരമ്പര്യമല്ലേ ശരിയെന്ന് വിചാരിച്ചതായിരുന്നു. നമ്മളതിനെ എതിർത്തവരായിരുന്നു. അത് തന്നെയാണ് മരുഭൂമിയിലും സംഭവിച്ചത്, സാഹചര്യത്തിൽ സംഭവിച്ചത്. അബ്രഹാം സംഭവിച്ചതാണ്. അപ്പോൾ അഗ്നിസർപ്പം ഇറങ്ങി അവരെ കൊന്നു കളഞ്ഞെങ്കിൽ ഇവിടെ അഗ്നിസർപ്പം ഇറങ്ങി ആരെയും കൊല്ലത്തില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ദൈവമാകുന്ന ക്രിസ്തു സ്വർഗ്ഗത്തിന് ജീവനായി ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച ക്രിസ്തുവിനെ ആരെങ്കിലും അംഗീകരിക്കാതെ പോയാൽ അവൻ സർപ്പത്തിന്റെ കടിയേറ്റ് കിടക്കുകയാണ്, പാപത്തിന്റെ കടിയേറ്റ് കിടക്കുകയാണ്. നീ മരിക്കാതിരിക്കുവാൻ, ആത്മമരണം സംഭവിക്കാതിരിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആ ക്രൂശിലേക്ക് നോക്കി 2000 വർഷം മുമ്പ് മനുഷ്യ പാപത്തിന് വേണ്ടി യാഗമായിട്ടുന്ന ക്രിസ്തുവിനെ നോക്കിയാൽ ജീവൻ പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠ. അങ്ങനെ തിരിഞ്ഞ് ദൈവയാൽ ആ കടിയേറ്റ്, പാപത്തിന്റെ കടിയേറ്റ് വേദനയിലും നിരാശയിലും ദുഃഖത്തിലും ഭാരത്തിലുമായിരുന്നപ്പോ അതിന്റെ മുഖം കാണുവാൻ ഉയരത്തിലേക്ക് നോക്കി ആ ക്രിസ്തുവിനെ കാണുവാൻ ആക്കിൽ ലഭിച്ച ദൈവജനത്തിനായി ഞാൻ ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്തു. ഇതുവരെയും ആർക്കെങ്കിലും അതിനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ലെങ്കിൽ ഈ സന്ദേശം മാനസാന്ത സന്ദേശമായി മാറണം. നിങ്ങളുടെ മറുതിലിപ്പും അത് പെറുപൊറുപ്പും എല്ലാം മാറ്റിയിട്ട് ഈ ജീവന്റെ ഒപ്പമായിരിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ച അവങ്കിലേക്ക് നോക്കിയാൽ പിന്നീട് നാം ലജ്ജിച്ചു പോകത്തില്ല. അത് ന്യായവിധി നാളിൽ ലജ്ജിപ്പാനിടയാകത്തില്ല. ഒരു നാൾ ന്യായവിധി കൊണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കും. അപ്പോൾ ആ ന്യായവിധി എന്നുള്ള മോചനം ലഭിക്കാൻ വേണ്ടിയാണ് ജീവന്റെ ഒപ്പമായിരിക്കുന്ന ക്രിസ്തുവിനെ നാം ഭക്ഷിക്കുന്നത്. അത് മുഖാന്തരമായി നമ്മൾ ഇന്ന് ന്യായവിധി അകന്നു മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തുവേശ്വരോ ന്യായവിധി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ന്യായവിധിയുടെ ആ പാപത്തിന്റെ കടിയേറ്റ് കിടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ മോചിക്കപ്പെടുവാൻ, ദൈവ കോപത്തിന്റെ അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ് യേശു കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചത് എന്നാണ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ അത് പറയുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയാകുന്ന ഒരു വചന സന്ദേശമാണ് ഈ പറഞ്ഞിരിക്കുന്ന 3-ാമത്തെ 16-ാം വാക്യം. സുവിശേഷകര്, പെന്തക്കോസ്ത് ദൈവജനത്തെ അതുപോലെ അംഗീകരിക്കുന്ന എല്ലാ വിഭാഗക്കാരും ഈ വചനമാണ് വളരെ കരുതലോടെ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തൊരു വാക്യമാണ്. മിക്കവാറുമുള്ള എല്ലാ സന്ദേശങ്ങളിലും ഈ വചനം നമുക്ക് കാണാൻ സാധിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചതിന്റെ അർത്ഥം ലോകത്തിലുള്ളതിനെയുമല്ല സ്നേഹിച്ചു, മാനുഷ്യവംശത്തെ സ്നേഹിച്ചു. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ലോകത്തിൽ ഉള്ളത് പൈശാചികനാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. ഇപ്പോൾ മനുഷ്യവംശം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് മോചനം പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശം അറിയിക്കുന്നത്. അപ്പോൾ ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യനെ സ്നേഹിച്ചു, നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹം അത് ലോക സ്ഥാപനത്തിന് മുമ്പുള്ള സ്നേഹമായിരുന്നുവെന്ന് തുടർന്നുള്ള
ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതേക്കുറിച്ചാണ് ഈ ലേഖനങ്ങൾ എഴുതിയത്. പഴയ നിയമത്തിൽ സ്നേഹത്തെ കുറിച്ച് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എഴുതിയിട്ട് അധികമായി വെളിപ്പെടുത്തിയിട്ട്, എന്നാൽ പുതിയ നിയമം വായിക്കുമ്പോഴെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്നേഹം, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിൽ മഞ്ഞയുള്ള ബന്ധത്തിൽ, ദൈവം ഇസ്രായേലിനകത്തുള്ള ബന്ധത്തിൽ സ്നേഹം വെളിപ്പെടുത്തി. പക്ഷേ അവരുടെ ഭൗമിക ജീവിതത്തിലുള്ള ബന്ധത്തിലുള്ള സ്നേഹം വെളിപ്പെടുത്തി. അവർക്ക് നിത്യജീവനമുള്ള ബന്ധത്തിൽ അത് പ്രാവർത്തികമാകാനുള്ളതായിരുന്നില്ല. അനുസരിച്ചാൽ ജീവനുള്ള രീതിയിൽ അവരെ കൊണ്ടുവന്നു. പുതിയ നിയമത്തിൽ ഭൗമിക ജീവനേക്കാൾ ഉപരിയായി ദൈവമായ കർത്താവ് ആത്മീയജീവനാണ് പ്രാധാന്യത കൊടുത്തത്. അതുകൊണ്ടാണ് സ്നേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഏറ്റവും അധികമായി പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം സ്നേഹം ക്രിസ്തുവാണ്. ആ സ്നേഹം വെളിപ്പെടേണ്ടത് സമയത്ത് വെളിപ്പെട്ടു. അതേക്കുറിച്ച് കർത്താവ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കർത്താവിനെ പറഞ്ഞത് നിക്കോദെമോസിനോട് പറയുന്ന കാര്യം, അത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞാൽ മറ്റാരും പറഞ്ഞതല്ല. വചനം ആര് പറഞ്ഞെന്ന് ചോദിക്കുന്നത് കർത്താവിനെ പറഞ്ഞാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈ ലോകത്തെ സ്നേഹിച്ച, അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിച്ച ദൈവത്തെ ബന്ധത്തെ വെളിപ്പെടുത്തില്ല. പിതാവാം ദൈവവും പുത്രനാം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അത് മുഖാന്തരം ഉളവാകുന്ന നിത്യജീവൻ, പരിശുദ്ധാത്മാവ്, ദൈവിക തൃത്വത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് 3-ാം അധ്യായം 16-ാം വാക്യം. 3-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ പ്രാധാന്യത, അവിടെ പിതാവാം ദൈവത്തെ കാണാം, പുത്രനാം ദൈവത്തെ കാണാം, മനുഷ്യനെ കാണാം. അതുപോലെ മനുഷ്യനിലെ നിത്യജീവൻ എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ കാണിക്കും. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് 3-ാം അധ്യായം 16-ാം വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. ദൈവം എന്നുള്ളത് പിതാവാം ദൈവത്തെ കാണിക്കുന്നു. പുത്രനെയാണ് ഇവിടെ നമുക്ക് നൽകിയത്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കുന്നല്ലോ. ഈ ഒരൊറ്റ വചനം എടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് കുറെ ആഴമേറിയ സത്യത്തെ നമുക്ക് മനസ്സിലാക്കി തരും. കാരണം എന്താണ് ദൈവസ്നേഹം? ദൈവം നമ്മളെ സ്നേഹിച്ചോ ഇല്ലയോ എന്നുള്ള സംശയമാണെങ്കിൽ നിത്യജീവന് നാം ഓഹരിക്കാരായോ, നിത്യജീവൻ ധാരാളമായി നമുക്ക് ലഭിച്ചുവോ എന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. അതുകൊണ്ട് ചോദിക്കും, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്കെന്താ എത്ര രോഗം, എനിക്കെന്താ എത്ര ഭാരം, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയും, മരുഭൂമിയിൽ അവരുടെ ചോദ്യം ചോദിച്ചതാ, നീ പറഞ്ഞിട്ട് ഇറങ്ങി വന്നതല്ലേ, പക്ഷെ ഞങ്ങൾക്ക് ഈ മന്ന മാത്രമേ ഉള്ളൂ എന്നവർ ചോദിക്കാനിടയത്ത്. അതെ, ഇന്ന് രാത്രി പ്രിയപ്പെട്ടവര് നിത്യജീവൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മുടെ ജീവൻ നിലനിൽപ്പാൻ ആവശ്യമായതൊക്കെ ദൈവം നമുക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ദൈവം തന്റെ പുത്രനെ നൽകിയിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അതിനോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ നമുക്കറിയാവുന്ന കാര്യമാണ്. റോമർക്കെഴുതിയ 8-ാം അധ്യായം അതിന്റെ 31 വാക്യങ്ങൾ സ്ഥിരമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നതാണ്. അതിന് രാത്രി ഞാൻ അത് ഒന്നുകൂടെ വായിക്കുന്നത്, നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ദൈവം തന്നു എന്നുള്ളത് നമുക്കത് കാണുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ പറയുന്നത്. നാം ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ഏത് സംബന്ധിച്ച നാം പറയേണ്ടതെന്നാണ്. ഈ ദൈവത്തിന്റെ വിളിയും നീതീകരണവും തേജസ്കരണവും എല്ലാത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് സംബന്ധമായി നാം എന്ത് പറയേണ്ടു? അപ്പോൾ ക്രിസ്തു ലോകത്തിലേക്ക് അയച്ചത് സാക്ഷാൽ
ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ, സ്നേഹം എന്തെന്ന് അറിയുവാനും ആ മഹാസ്നേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് തന്റെ പുത്രനെ തന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തും. ഒന്ന് യോഹന്നാന്റെ ലേഖനം 3 മുതൽ 1-16 വാക്യത്തില് സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. അവിടെ 4-9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്നേഹം പ്രത്യക്ഷമായതാണ്, സാക്ഷാത് സ്നേഹം പ്രത്യക്ഷമായത്. അപ്പോൾ അങ്ങനെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇത് സംബന്ധിച്ച് നാം എന്ത് സംബന്ധിച്ചെന്നാണ് ഇവിടെ 8-ാം അധ്യായം പറഞ്ഞ്, ഇപ്പോൾ ക്രിസ്തുള്ളവർക്ക് ശിക്ഷാവധിയുമില്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിന്റെ സ്ഥാനം വരുത്തിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ മുൻ നിയമിച്ചവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പോൾ മുന്നേയും പ്രകാരമുള്ള വിളി, നീതീകരണം, തേജസ്കരണം അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവർ ആരെ പോലെ ആകുമെന്ന് പറയുന്നത് അറിയാമോ? തന്റെ പുത്രനോട് അനുരൂപമായി തീരുവാൻ ഇടയായിത്തീരും. അപ്പോൾ ക്രിസ്തുവിനോട് അനുരൂപമായി തീരുവാൻ വേണ്ടിയുള്ള ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഈ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് ഇതിന്റെ അർത്ഥവും വ്യാപ്തിയും അറിഞ്ഞെങ്കിൽ മാത്രമേ ഒന്നുമില്ലെങ്കിലും യേശുവിനെ പ്രാപിച്ചല്ലോ, നിത്യജീവൻ ലഭിച്ചല്ലോ, അത് എന്നെ വിളിച്ചു, എന്നെ തെരഞ്ഞെടുത്തു, നീതീകരിച്ചു, എന്നെ തേജസ്വീകരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നു എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തേജസ്കരണം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ വിഷയത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കർത്താവ് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്, തേജസ്കരിക്കപ്പെട്ട ശേഷമാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഇവിടെ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് പിതാവാം ദൈവത്തിന്റെ മുൻനിർണയപ്രകാരം, ദൈവത്തിന്റെ മുൻനിർണയപ്രകാരം അവൻ നമ്മെ വിളിച്ചു, മനുഷ്യവംശത്തെ വിളിച്ചവരെ നീതീകരിച്ചും. വിളിച്ചെന്തിനാ വിളിച്ചത്? സ്വർഗീയ വിളിക്കോ കൈക്കാരായി നമ്മളെ വിളിച്ചത്, നീതീകരിച്ച് നമ്മളെ തേജസ്കരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തി ആദിജാതനോട് സദസ്യരായി തീരുവാൻ വേണ്ടിയാണ്, അനുരൂപമായി തീരുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വിളിയുടെ ഏറ്റവും മാർമിക വിഷയം. അപ്പോൾ നമ്മെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ എന്ന് പറയുമ്പോൾ ഈ സ്വർഗീയ വിളിയുടെ ആ പൂർണ്ണതയിലേക്ക് എത്തുന്നത് നീതീകരണവും അത് ആ ശുദ്ധീകരണവും പ്രാപിച്ച് തേജസ്കരിക്കപ്പെടുവാനുള്ള ആദിജാതനോട് അനുരൂപമായി നിലവാരത്തിലേക്ക് എത്തുന്നതിനെയാണ് സ്വർഗീയ വിളിയുടെ ആ ഫലമോന്നതയിലേക്ക് എത്തുക എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തവരാണ്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും അതിന്റെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതും ഈ ആത്മീയ അനുഗ്രഹം എന്താണെന്നറിയാൻ വയ്യാത്തതും. എഫെസ്യരുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രാധാന്യത ഉള്ളത്, അടിസ്ഥാന ഘടകമായിട്ടുള്ളത് തന്റെ പുത്രനാണ് ഈ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിലെ ദൈവം ദാനമായി നമുക്ക് നൽകിയത്. പറഞ്ഞത് തന്റെ ഏകജാതനെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്, അല്ലെങ്കിൽ അവനെ നൽകിയത്, നമ്മെ സ്നേഹിച്ചത് മുഖാന്തരമാണ്. അതിനെയാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ നമുക്ക് സകലവും നൽകാമെന്ന കഥ പറഞ്ഞിരിക്കും. അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കേണ്ടതായിട്ടുണ്ട്. പിതാവും പുത്രൻ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തി യേശു ക്രിസ്തുവിനോ പുത്രനെ പിതാവാം ദൈവം സ്നേഹിച്ചതുപോലെ തന്നെയാണ് നമ്മെ സ്നേഹിച്ചതിന്റെ 3-ാം അധ്യായം
35 വാക്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ ഉള്ളത് മുഴുവനും അവർക്കുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും അത് സ്നേഹത്തിലാണെങ്കിൽ അവിടെ വേർതിരിവെല്ലാം ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം ഒരുപോലെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്, വേർതിരിവ് കാണത്തില്ല. തികഞ്ഞ സ്നേഹമാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാം ഒന്നെന്ന് പറയുമ്പോഴും ഇവിടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ ഒരു രീതിയിലാണ്. അപ്പം വീടിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്, ഒരുപോലെ ഉള്ളതാണ്. എന്നാൽ ഒരു ഗസ്റ്റ് വന്നാൽ അങ്ങനെ എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞോ, അപ്പം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തു വിളിക്കുന്നു. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ വീട്ടിലൂടെ ആരെങ്കിലും അതിഥികളായിട്ട് വന്നാൽ അവരെ ഇരിക്കുന്നതിനൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ പോകുന്നൊരു പരിധിയുണ്ട്. സ്നേഹമുള്ളവരാണെങ്കിലും അതിന്റെ പരിധി. പക്ഷെ എന്നാൽ മക്കൾ വരുമ്പോഴോ, അവകാശികൾ വരുമ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. അല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ മോനും മോളും വരുന്നവരാണ് ഞാൻ വരുന്നത്, അല്ല, പരിമിതി. ഇവിടെ പറയുന്നത് പിതാവ് പുത്രൻ. നമുക്ക് ഈ പിതാവ് പുത്രൻ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്, ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി. ഭൂമിയിലുള്ള പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വർഗ്ഗത്തിലുള്ള എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഈ പിതാവ് പുത്രൻ എന്നുള്ള ബന്ധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് ദൈവമാണ് പിതാവും പുത്രനും പരിശുദ്ധമല്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് പിതാവ് പുത്രൻ തന്നെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന, തികവുള്ള സ്നേഹമുള്ള പിതാവാൻ ദൈവം സകലവും കൊടുത്തിരിക്കുന്നവനാണ് പുത്രൻ. ഇവിടെ അതാ പറയുന്നത്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. ഈ വചനം എന്നൊന്ന് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. നിങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്തെങ്കിലും അതിന്റെ ആ പുത്രനെ സ്നേഹിച്ച, ലോകത്തെ സ്നേഹിച്ച ദൈവസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അതിന്റെ ആകെ ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് രാത്രി ഇത് ഇവിടെ എടുത്ത് ചിന്തിക്കുന്നത്. നമ്മൾ ആ വചനം വായിച്ച് വെറുതെ ഓടിച്ചു പോകാം. എന്താണ് ദൈവം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ചത് എന്താണ്, അതിന് കാരണബോധനായി തീർന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കും. യേശു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സ്വർഗീയ ആത്മീയ അനുഗ്രഹം നമുക്ക് ഭാവിക്കാൻ കഴിയത്തില്ല. പഴയ വിശുദ്ധന്മാർക്ക് അതിന് സാധിച്ചില്ല. പുതിയ നിയമത്തിൽ അത് സാധ്യമാക്കി തീർത്തു. കാലസമ്പൂർണതയിൽ ദൈവം അത് നൽകി തന്നു. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകണം. അതെ, ഒരു വിശ്വാസിയെ തീരുവാൻ, ക്രിസ്തു വിശ്വസിക്കാൻ ഇടയാറ്റുന്നത് അത് ഒരുപക്ഷെ ലോകത്തിന് മുമ്പിൽ മോക്ഷത്വമായിരിക്കും. പക്ഷേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, സ്വർഗീയ ആത്മീയ അനുഗ്രഹത്തിന്റെ കാരണബോധനായി തീർന്ന ക്രിസ്തുവിനെയാണ് ദൈവൻ ലോകത്ത് തന്നിരിക്കുന്നത്. അതോടുകൂടെ അവൻ നമുക്ക് സകലവും നൽകിയിരിക്കുന്നു. ഈ അർത്ഥയാപ്തിയിലാണ് റോമക്കെഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് രചിക്കുവാനിടയാക്കുന്നത്. മറ്റുള്ള ലേഖനങ്ങളൊക്കെ രചിച്ചപ്പോൾ ഈ വചനത്തിന്റെ ആധികാരികതയും അതിന്റെ അന്തസ്സത്തും മനസ്സിലാക്കിക്കൊണ്ടാണ് ലേഖനങ്ങൾ കുറിക്കപ്പെടുവാൻ ഇടയാക്കുന്നത്. രാത്രി സന്ദേശം കേൾക്കുന്നവർക്ക് ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പെരുവിറുപ്പ് കൂടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഏത് സമയത്തും കഷ്ടതയിലും ഏത് സമയത്തും നന്ദി കർത്താവേ സ്തോത്രമെന്ന് പറയണമെങ്കിൽ ദൈവവിളിയുടെ സ്വർഗ്ഗവിളിയുടെ ആഴം മനസ്സിലാക്കുവാൻ ഇടയാറ്റുന്ന പലപ്പോഴും നമുക്കത് സാധിക്കാതെ പോയിട്ടുണ്ട്. എന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മെ ഉണർത്തിയെടുക്കുകയാണ്. ആത്മീയ കാഴ്ചപ്പാട് ഉണർത്തിയെടുത്തുകൊണ്ട് അതെ എന്ത് വന്നാലും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അതിൽ മറഞ്ഞിരിക്കുന്ന ആത്മീയ അനുഗ്രഹം എന്താണെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് നമ്മെപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായി സ്തോത്രം ചെയ്യാൻ കഴിയും. ഈ 15-ാം അധ്യായം 39-ാമത്തെ വാക്യോടെ വായിക്കുമ്പോൾ ഇത് നമ്മളുടെ ബന്ധം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ 15-ാം അധ്യായം അത് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ളതാണ്. ഞാനതൊന്ന് പറഞ്ഞു പോകുന്നത് യോഹന്നാനെ കുറിച്ച് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15-ാം അധ്യായം 9-ാം വാക്യം, 39-ല്ല 15-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയില്ല. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അപ്പൊ പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെ നമ്മളെ ആര് സ്നേഹിക്കും? പിതാവിനെ സ്നേഹിക്കുന്ന പോലെ
പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തെ വസിപ്പീൻ. അപ്പോൾ അങ്ങനെ പിതാവ് സ്നേഹിച്ചപ്പോൾ ആ പിതാവ് പുത്രൻ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് സകലവും അത് ഒരുപോലെയാണ്. പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളതാണ്. അപ്പോൾ പുത്രനുള്ളതെല്ലാം ബാക്കി പറയാമോ, അവനെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ടാണ് 15:33 വാക്യത്തിൽ പറയുന്നത്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. അപ്പോൾ ഈ വചനം 15:9 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അപ്പോൾ ഈ കാഴ്ചപ്പാട് കിട്ടിയപ്പോഴാണ് പിതാപുത്രനെ സ്നേഹിച്ചിട്ട് സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം പിതാവിന്റെ സ്നേഹമായി നമ്മിലേക്ക് വന്നപ്പോൾ പിതാപുത്രന് കൊടുത്തതുപോലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്കുള്ളതാണ്. അതുകൊണ്ടാണ് റോമക്കെഴുതിയ ലേഖനത്തിലൊക്കെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത്. എഫെസ്യ ലേഖനത്തിന്റെ ഈ ഒരു മർമ്മം മനസ്സിലാക്കിയാൽ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ പിമ്പിൽ മറിഞ്ഞിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പിതാവാം ദൈവം തന്റെ പുത്രനെ സ്നേഹിച്ച് തനിക്കുള്ളത് മുഴുവൻ അവന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യാസമില്ല, അവനുള്ളതാണ് എല്ലാം. ദൈവത്തിനുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. അത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ളതാ, ദൈവത്തിൻ്റെതാണ്. ആ സ്നേഹം ഈ സൃഷ്ടികളിൽ, ദൈവത്തിന്റെ അനേക സൃഷ്ടികളിൽ ഒരു കൂട്ടർക്കും മാത്രമേ ആ സ്നേഹത്തിന്റെ വിളിയുള്ളൂ. അത് ദൈവം തന്റെ സ്വരൂപത്തിലും സദസ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യവംശത്തിന്മേലാണ് ദൈവത്തിന്റെ ദൃഷ്ടി ഇരിക്കുന്നത്. രാത്രിയിലെ കാഴ്ചപ്പാട് തിരിച്ചറിയണമേ എന്ന് ഞാൻ ആത്മാവിൽ ഉത്ബോധിക്കുന്നു. അതുകൊണ്ടാണ് ഈ പൗലോസ് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി, ഈ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ താൻ രേഖപ്പെടുത്തുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പിതാവ് പുത്രനെ സ്നേഹിച്ച് സകലവും അവന് നൽകിയെങ്കിൽ അതേ വചനം ഇവിടെ ആവർത്തിക്കുക, പൗലോസ് രേഖപ്പെടുത്തുക, എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവനായി ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഈ വചനത്തിന്റെ കണ്ടിന്യൂഷൻ മനസ്സിലാവും, അതിന്റെ തുടർച്ചയാണ്. പിതാവ് ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹം എന്നുള്ളത് കേവലം ഒരു രക്ഷ കൊണ്ടുള്ള ഒരു കാര്യത്തിൽ ഒതുങ്ങിയല്ല ചെയ്യുന്നത്. നിത്യജീവൻ മാത്രമല്ല, നിത്യജീവന്റെ പരമോന്നതമായ പടികളിലേക്കുള്ള ഉയർച്ചയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തുടർന്നുള്ള ഭാഗങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. പ്രാരംഭ ഭാഗമാണ് നിത്യജീവനെന്ന് പറഞ്ഞത്. അപ്പോൾ ആ പിതാവിന്റെ സ്നേഹം പുത്രനിലേക്ക് വന്നപ്പോൾ സകലവിന് കൊടുത്തതുപോലെ ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ച് സഭയുടെ തികവാകുന്ന ആദ്യജാതന്മാരുടെ സഭയെക്കുറിച്ച് പറയുക, അവർക്ക് വേണ്ടി അവർക്ക് സകലവും നൽകാതിരിക്കുമോ? കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതിന്റെ അന്തസ്സത്ത ആഴം ഇന്ന് രാത്രി മനസ്സിലാക്കിയാൽ നാം ഒരിക്കലും പഴയ ഒരു വിശ്വാസിയെ പോലെ ആകത്തില്ല. നമുക്ക് ലഭിക്കാനുള്ള ആത്മീയ അനുഗ്രഹത്തിന്റെ വലിയ കാഴ്ചപ്പാട് ലഭിക്കണം. അപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ ഇതെല്ലാം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക. അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുകയാണ്. മുൻ നിയമിച്ചെന്ന് പറഞ്ഞാൽ ദൈവം അത് കരുതി വെച്ചിരിക്കുന്നു. പിതാവ് തന്റെ പുത്രന് കൊടുത്തത് മുഴുവനും പുത്രനെ സ്നേഹിക്കുന്നവർക്ക്, സ്നേഹത്തിന്റെ തികവിലേക്ക് എത്തുന്ന അവന്റെ മണവാട്ടിക്ക്, അവനോട് ചേരുന്നവർക്ക് ലഭിക്കും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായോ? ഇന്ന് രാത്രി ഇത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങളെ ഒന്ന് ഒരുമിച്ച് കോർത്തിണക്കി പഠിപ്പിക്കാണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നത് നമുക്കുള്ളതെല്ലാം കൊടുക്കാൻ പറ്റും.
യഥാർത്ഥമായ സ്നേഹം. പിതാവാം പുത്രൻ തന്റെ പുത്രനെ സ്നേഹിച്ചത്, ആ സ്നേഹത്തിൽ പിതാവ് തന്റെ പുത്രനെ സ്നേഹിച്ച് നമ്മെ സ്വർഗസിംഹാസനത്തിലെത്താൻ വേണ്ടി തന്റെ പുത്രനെ സ്വർഗസിംഹാസനത്തിന് താഴേക്ക് നമ്മെ പോലെ വിടുവാനിടയാച്ചത്. പ്രിയപ്പെട്ടവര്, ആ സ്നേഹം വലുതാണ്. നമുക്കറിയാം, ദുരന്ത ഭൂമിയിൽ സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവർക്കും വേണേ വീട്ടിലിരുന്നാൽ മതി. പക്ഷെ എന്തുകൊണ്ട് അവരിറങ്ങുന്നത് എന്തിനു വേണ്ടിയാ? മനുഷ്യനുള്ള സ്നേഹം. അതുകൊണ്ട് ഡ്യൂട്ടി കർത്തവ്യം നിർവഹണം ചെയ്തേ പറ്റുകയോ. അവർ വീട്ടിലിരിക്കാതെ അതിലേക്ക് ആ മണ്ണും മഞ്ഞും അല്ലെങ്കിൽ കല്ലും ഒക്കെ വീഴുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവർ പ്രവർത്തിക്കുന്നതിന്റെ പിമ്പിൽ ദൗത്യ നിർവഹണമുണ്ട്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഗവൺമെന്റിന് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഒരു സൈനികനെ സംബന്ധിച്ച് അത് അവന്റെ സ്വന്തം ജീവനേക്കാൾ ഉപരിയായി അവൻ രാജ്യത്തിന്റെ താല്പര്യത്തിൽ നിൽക്കണമെന്നുള്ളത് അവരോട് അവർക്കുള്ള സത്യത്തിന്റെ പ്രതിജ്ഞ അവരെ ഏൽപ്പിക്കും. അതുകൊണ്ടാണ് ഭയം കൂടാതെ ജീവൻ പോകേണ്ടി വന്നാലും മറ്റുള്ള രക്ഷിക്കാൻ വേണ്ടി അതിർത്തി കാക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു മാതൃ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു സൈനികനത ചെയ്യുന്നെങ്കിൽ പിതാവാം ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ആ സ്വർഗീയ മഹിമ വെടിഞ്ഞ് താഴേക്ക് വന്നത് പിതാവാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം സൃഷ്ടിച്ച മനുഷ്യവംശത്തെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു മഹിമ വെടിഞ്ഞ് ലോകത്തിലേക്ക് വന്നത്. പിതാവാം ദൈവത്തിന്റെ ദൗത്യപൂർത്തീകരണത്തിന് വേണ്ടി അവൻ കഷ്ടം സഹിപ്പാൻ ഇടയാറ്റുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു തന്റെ സ്നേഹത്തെ പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചവൻ ലോകത്തിൽ വന്ന് കഷ്ടം സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് നമ്മെ ഉയർത്താൻ വേണ്ടിയാകുന്നു എന്നാണ് കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞത്. ആ സ്നേഹം രാത്രി നമ്മളെ വിളിക്കുകയാണ്. അതാ വിളിക്കുന്നത്, മുന്നേ വെച്ചരെ വിളിച്ചു. അതേ, ഒരു ഇന്ന ആൾക്കാരെന്നുള്ള പ്രത്യേക വിളിയില്ല കേട്ടോ. ആഫ്രിക്കാരും ഇസ്രായേലുകാരും അമേരിക്കാരും ഇന്ന കുടുംബക്കാരും മാത്രമാണോ ഉണ്ടായില്ല. അത് മുൻനിയമിക്കുക എന്നതിന്റെ അർത്ഥം ഒരിക്കലും എന്നെ ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ട് എന്നെ വിളിച്ചു എന്നല്ല എന്റെ അർത്ഥം. അങ്ങനെയല്ല. ലോകത്തുള്ള ആദിവംശത്തിൽ സകല മനുഷ്യരെയും ദൈവം കണ്ടി. പുതിയ നിയമത്തോട് ബന്ധത്തിൽ ഞാൻ പറയുമ്പോൾ ദൈവം സകല മനുഷ്യരെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ദൈവം മുൻനിയമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ പുത്രനോട് സദൃശാക്കിരുവാൻ ഈ യേശു ക്രിസ്തുവിന്റെ മരണമൊഴുത്താൻ ശേഷമായി സഭ സ്ഥാപിക്കപ്പെട്ട ശേഷമായി പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തോടു കൂടി സഭ സ്ഥാപിക്കപ്പെട്ട വിളി എല്ലാവർക്കുമുള്ള ഒരുപോലെയുള്ളതാണ്. എന്നാൽ കൃത്യമായിരിക്കുന്ന എണ്ണമേ ഉള്ളൂ, അതിൽ കൂടത്തില്ല, കുറയത്തില്ല. അതാണ് മുൻനിർണയം പറയുന്നത്. അതായത് എന്നെ നേരത്തെ ദൈവം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മുൻനിർണയിച്ച് വെച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ എന്നെ മുൻനിർണയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുകയാണെങ്കിൽ പക്ഷഭേദം വരും. അങ്ങനെ ദൈവത്തിന് മുൻനിർണയമൊന്നുമില്ല. ഓർത്തോ ക്രിസ്ത്യാനിയെന്നോ അത് ഇന്ന ജാതിക്കാരെന്നോ ഇല്ല, ഉന്നതനെന്നോ താഴ്ന്നവനെന്നോ ഇല്ല. ദൈവത്തിന്റെ ഒരു എണ്ണമുണ്ട്. ആ എണ്ണം അത് തികവിലേക്ക് എത്തുവാനുള്ള എണ്ണമുണ്ട്. ഓരോ നിലവാരത്തിലൂടെ എണ്ണമുണ്ട്. അത് അതിവിസ്തരത്തിൽ പ്രവേശിക്കപ്പെടാനുള്ള എണ്ണമുണ്ട്. വിശുദ്ധത്തിലേക്ക് പ്രവേശിക്കപ്പെടാനുള്ള എണ്ണമുണ്ട്. ആഹാരമാകുന്നതിലേക്ക് പ്രവേശിക്കപ്പെടാനുള്ള എണ്ണമുണ്ട്. അതിന് എണ്ണമുണ്ട്. പക്ഷേ നരകാഗ്നിയിലേക്ക് പോകുന്നവരുടെ എണ്ണം ദൈവം കണക്കാക്കിയിട്ടില്ല. ദൈവാഗ്നിയിലേക്ക് അവിടെ ആരും പോകരുത്. നരകത്തിലേക്ക് അഗ്നിനരകത്തിലേക്ക് ഇത്ര പേര് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത് വിശുദ്ധമാകുന്ന ക്രിസ്തുവോട് ചേരുന്ന മണവാട്ടി സഭയുടെ അംഗമായിട്ടിരുന്ന എണ്ണമുണ്ട്. വിശുദ്ധത്തോട് ചേരുന്നതിന്, നഗരത്തോട് ചേരുന്നതിന് എണ്ണമുണ്ട്. അതിന് ഗോപുരങ്ങളോട് ചേരുന്ന എണ്ണമുണ്ട്. നമുക്കറിയാം 144,000 12 ഗോപുരങ്ങൾ പറയുന്നതിനോട് ബന്ധത്തിൽ എണ്ണമുണ്ട്. ആഹാരം പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന് കാഴ്ചപ്പാടും. നിത്യനരകാഗ്നിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ദൈവം ഇത്ര പേര് പോകണമെന്ന് കണക്കാക്കിയിട്ടില്ല. നരകത്തിലേക്ക് ഇത്ര പേര് പോയിട്ടല്ല ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നത്. മനസ്സിലാക്കണം. നരകത്തിലേക്ക് ഇത്ര ആൾക്കാർ പോയിട്ട് മതി ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പൂർത്തിരിക്കുന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന, മുന്നേമിച്ച് വെച്ചിരിക്കുന്നതിന്റെ എണ്ണം തികയുന്നതനുസരിച്ച് അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് കർത്താവ് ഈ ഭൂമിയെ തീക്കരയാക്കിയ ശേഷമായി പൊതുവാന ഭൂമിയെ ദൈവം സ്ഥാപിക്കുന്നത്.
ദൈവം സൃഷ്ടിക്കുന്നത്. നരകത്തിലേക്ക് ഇത്ര ആൾക്കാർ പോയതിനു ശേഷമേ ലോകത്തെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആകാശഭൂമി നശിപ്പിച്ചകളെ നല്ല കഥ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി കാര്യം മർമ്മം മനസ്സിലാക്കണം. ദൈവത്തെ അക്ഷയമായി സ്നേഹിച്ച് അവന് വേണ്ടി കാത്തിരിക്കുന്ന, മുന്നേമിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് തേജസ്കരിക്കപ്പെടുന്ന കൂട്ടത്തിലാണെങ്കിൽ ആ അടിമമണവാളന്റെ മണവാട്ടിയാകുവാനുള്ള ഭാഗ്യമാ ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിശ്ചയമായിട്ടും അവരെ ചേർക്കുവാൻ യേശു വേഗത്തിൽ വരും. അത് ആ സ്നേഹത്തിന് തികവിലേക്ക് എത്തുന്നവരാണ് ആ ഗ്രൂപ്പിൽ പെടുന്നത്. ആ വിളിയിലെത്തുന്നതിന് എണ്ണമുണ്ട്. അത് മുൻനിർണയമാണ്. ആ എണ്ണം തികയപ്പെടുവാൻ വേണ്ടിയാണ് സ്വന്തം കാറ്റ്. അതല്ലാതെ ഇന്നിന്ന ആൾക്കാരെ വിളിച്ച ദൈവം നേരത്തെ കരുതി വെച്ച് അവര് മാത്രം ഇതിൽ വരട്ടെ എന്നുള്ളതല്ല. നമ്മെ എല്ലാവരെയും പുതിയ നിയമത്തിൽ ദൈവം എല്ലാവരെയും കണ്ടിരിക്കുന്നത് മണവാട്ടിയുടെ പദവിയിലേക്ക് എത്താൻ വേണ്ടിയ ആ എണ്ണം തികയപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 2000 വർഷമായി ഇതുവരെയും അതിനുള്ള എണ്ണം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. കൃപയാൽ നമുക്ക് അതിനുള്ള അവസരം ലഭിച്ചു, ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരമുള്ള എണ്ണത്തിൽപ്പെടാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഈ സന്ദേശം നിസ്സാരമായി കണക്കാക്കാതെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാനിടയായിട്ടുണ്ട്. അത് എപ്പോഴാണ് തികയപ്പെടുന്നുവോ ആ മുൻനിർണയ പ്രകാരമുള്ള എണ്ണം തികയപ്പെടുമ്പോൾ കർത്താവ് ഒന്ന് തന്നെ താനിരിക്കുന്നിടത്ത് അവനോട് ഇരിക്കേണ്ടതിന് വേണ്ടി അവൻ വന്ന് പിന്നെയും നമ്മളെ അവന്റെ അടുത്ത് ചേർത്തു. അതിനാണ് രൂപാന്തരവും പുനരുത്ഥാനവും സംഭവിക്കുന്ന കർത്താവിന്റെ മധ്യാശ്വരത. അതിനുശേഷമായിട്ട് പറഞ്ഞല്ലോ, ഓരോ നിലവാരത്തിലുള്ളവരുടെ എണ്ണം തികയുന്നതനുസരിച്ചാണ് ഈ കർത്താവിന്റെ പ്രവൃത്തികൾ മുമ്പോട്ട് പോയി ഇപ്പോഴത്തെ ആകാശഭൂമി ചുട്ടഴിയപ്പെടുന്നത്. ഒടുക്കത്തെ നാളുടെ ബന്ധത്തിനു ശേഷമായി പൊതുവാനുഭവം വെളിപ്പെടും. ഇതെല്ലാം ദൈവീയ പദ്ധതി പ്രകാരം, ദൈവത്തിന്റെ കണക്കൂട്ടൽ പ്രകാരം, ലോകസ്ഥാപനത്തിലുള്ള മുൻനിർണയ പ്രകാരമാണ് നടക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് രാത്രിയിൽ അതെ ദൈവം നമുക്ക് അനുകൂലമാണ്. പാപം മുഖാന്തരം ദൈവത്തോട് പ്രതികൂലമായിരുന്ന ചട്ടങ്ങൾ, അത് കൈയെഴുത്തുകൾ ഒക്കെ മായിച്ച് നടിച്ചു ഒഴിച്ചു കളഞ്ഞ് എല്ലാ അസമത്വങ്ങളെയും മാറ്റി ക്രിസ്തുവിൽ നമ്മെ ഒന്നാക്കി തീർത്ത ദൈവസ്നേഹത്തിനായി നമുക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഭൗമിക വിഷയത്തോടുള്ള ബന്ധത്തിൽ സമത്വം നോക്കരുത്. ഇവിടെ ജോലിയിൽ വ്യത്യാസം കാണും, സമ്പത്ത് വ്യത്യാസം കാണും, സൗന്ദര്യത്തിൽ വ്യത്യാസം കാണും, ആരോഗ്യത്തിൽ വ്യത്യാസം കാണും, കുടുംബ മഹിമ വ്യത്യാസം കാണും, ഇതൊക്കെ കാണും. പക്ഷേ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഒരു വ്യത്യാസം ദൈവം കാണുന്നില്ല. നിലവാരത്തിലെത്താനുള്ള വിളി എല്ലാവർക്കും ഉണ്ട്. അത് ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് കുലത്തിൽപ്പെട്ടവനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും സന്ദേശം കേൾക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വർഗീയ വിളിയുടെ ശബ്ദം കേട്ട് എനിക്കായിത്തീരണമെന്ന ആഗ്രഹത്തോടു കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? ആ നിലവാരത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതാണ് ദൈവം ചെയ്യുന്നത്. പുറമെയുള്ള ജീവിതം നോക്കി നമ്മൾ പറയരുത് ഇവരെയാണ് ദൈവം അനുഗ്രഹിച്ചത്, അവരെയാണ് ദൈവം അനുഗ്രഹിച്ചത് പറയരുത്. നമ്മൾ വിചാരിക്കും അയ്യോ എല്ലാം ഉണ്ട്, ഇഷ്ടം പോലുള്ളവരെയാണ് ദൈവം അനുഗ്രഹിച്ചത് പറയരുത് കേട്ടോ. അത് ഭൗമികമാണ്. ഇവിടെ ഏറ്റക്കുറിച്ചുകളുണ്ട്. എന്നാൽ ഏറ്റക്കുറിച്ചില്ലാത്ത ഒരേ നിരയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു വിളി നമ്മുടെ പിൻപിലുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ള വിളിയാണ്. നമുക്ക് ഒരേ ആഹാരം തന്നിരിക്കുന്നു, ഒരു സ്നാനം തന്നിരിക്കുന്നത്, ഒരേ ആത്മാവിനെ തന്നിരിക്കുന്നു, ഒരേ വരം തന്നിരിക്കുന്നു, ഒരേ സാഹചര്യം തന്നിരിക്കുന്നു. വളരുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുമ്പോൾ നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തി ആ എണ്ണത്തെ ഉൾപ്പെടുത്തുവാൻ ഇടയത്തിനും. അങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ ദൈവത്തിന്റെ കണക്കിനനുസരിച്ച് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇനിയും കണക്കുകൾ അത് ദൈവത്തിന്റെ സ്വർഗീയ പ്ലാൻ അനുസരിച്ചുള്ള എണ്ണം തികയപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവാം ദൈവം കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുത്രനാം ദൈവം, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പിതാവാം ദൈവം അത് ആ മർമ്മം വെളിപ്പെടുത്തുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. എണ്ണം തികയപ്പെടുന്ന സന്ദർഭത്തിൽ പുത്രനോട് പറയും, എന്റെ മണവാട്ടി സഭ ഒരുക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ചേർത്തുകൊള്ളുവാൻ പറയുമ്പോഴാണ് കർത്താവ് മധ്യാകാശത്ത് വരുന്നത്. അതേക്കുറിച്ചാണ് പറയുന്നത്. സംബന്ധമായി നമുക്കെന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ഇന്ന് രാത്രിയിൽ പ്രതികൂലം ഇല്ലെന്നല്ല എന്റെ അർത്ഥം. പ്രതികൂലമുണ്ട്. നമ്മെ ആ പദവിയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി കണഞ്ഞു പരിശ്രമിക്കുന്ന പൈശാചികനുണ്ട്. പക്ഷേ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം നമ്മെ ഇരുത്താമെന്ന് പറഞ്ഞാൽ അവൻ ഇരുത്തുവാൻ വിശ്വസ്തന. വാക്കു പറഞ്ഞവൻ മാറുകയില്ല. കനാൻ ദേശം അബ്രഹാമിന്റെ സന്തതി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ ദൈവം അത് കൊടുത്തതുപോലെ സ്വർഗീയ സിംഹാസനത്തിൽ പിതാവാം ദൈവം പുത്രന് കൊടുത്തിരിക്കുന്നതെല്ലാം തന്റെ മണവാട്ടി സഭയ്ക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം വെളിപ്പെടും. അത് നമുക്കത് ഭാവിച്ചെടുക്കുവാൻ അവിടെ ഇരിക്കുവാൻ കഴിയുമെന്നുള്ള
കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ ഈ പഠനം മുഖാന്തരം ഉണ്ടായിരിക്കണം. അതായിരിക്കണം നമ്മുടെ പഠനത്തിന്റെ ഏറ്റവും പ്രാധാന്യതയുള്ള കാഴ്ചപ്പാടായിരിക്കും. അതാണ് സ്വർഗീയ ദർശനം. ആ ദർശനത്തിന് മങ്ങലേൽക്കാതിരിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് പ്രതികൂലമായിട്ടൊരു ശക്തി വഴി നിൽക്കത്തില്ല. അവിടെ പറയുന്നത് തന്റെ പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ചോദിക്കുക. പിതാവാം ദൈവം പുത്രനെ സ്നേഹിക്കും, തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. പുത്രനാം ദൈവം പിതാവ് സ്നേഹിച്ച അതേ സ്നേഹത്തിൽ നമ്മെ സ്നേഹിക്കും. എന്നതിനു വേണ്ടിയാ അവനോട് കൂടെ സിംഹാസനിപ്പാൻ വേണ്ടി. അതിന് നാം കഷ്ടം അനുഭവിച്ച മതിയാകും, നിന്ന് സഹിച്ച മതിയാകും. അതെ, ഈ ലോകത്തിന്റെ ആ വിടക്കുന്ന എണ്ണപ്പെട്ട മതിയാകും. അഥവാ യേശു ക്രിസ്തുവിനെ പിതാവാം ദൈവം സ്നേഹിച്ചപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ താണലോകത്തിലേക്ക് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അവൻ വന്ന് ഒരു കൊടിമരത്തിൽ തൂക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രിയിൽ തൂക്കപ്പെടുവാൻ കാരണമാറ്റുന്നത് അവിടെ കൊണ്ട് തീരുവാനല്ല, ഒരു ജനതയെ ആ ദൈവത്തിന്റെ വാക്തത്തിലേക്ക് കടത്താൻ വേണ്ടി, ഇസ്രായേൽ മുഴുവൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. സർപ്പം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രാത്രി തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറപ്പെടും. അത് നിറവേറപ്പെടാതെ പോകത്തില്ല. അത് നിറവേറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളവൻ ഇരുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പൂർണ്ണമായി പറയണം, അതേ ആ സ്വർഗീയ വിളി ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ദർശനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാഴ്ചപ്പാട് ലഭിച്ച പൗലോസൊക്കെ അതുകൊണ്ടാണ് അതേക്കുറിച്ച് ദൈവസ്നേഹം, ദൈവത്തിന്റെ മഹാസ്നേഹം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്നൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയതാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി വാഴ്ത്തപ്പെട്ടവൻ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുവത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാസനത്തിന്റെ പുകഴ്ചയായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. സ്നേഹം, ആ സ്നേഹത്തെ പറയുന്നത് 2-ാം അധ്യായത്തിൽ പറയുന്ന 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യുന്നതത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അതിന്റെ അർത്ഥം, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തതിന്റെ അർത്ഥം, നമ്മുടെ ഹൃദയം എവിടെയാണോ അവിടെ നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്, നാം എവിടെയാ ആശ വെച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ ആണ് ആശ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രത്യാശ ക്രിസ്തു വെച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തു ഇരിക്കുന്നിടത്താണ് നമ്മുടെ നിശ്ചയമുള്ളിടത്താണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. പറഞ്ഞു, നിശ്ചയമുള്ളിടത്ത് ഹൃദയം ഇരിക്കും. നമ്മുടെ നിശ്ചയം ഭൗമികമാണോ? രാത്രി സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ നിക്ഷേപം ഭൂമിയിലാണോ, അതോ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണോ? അവനെന്റെ ഉപനിധി. അതായത് നമ്മുടെ നിക്ഷേപമായിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. സ്നേഹനിധിയായിരിക്കുന്ന അതൈവ സ്നേഹമാണ് നമ്മുടെ നിക്ഷേപം. നാം സമ്പാദിച്ച് ഇവിടെ കൂട്ടുന്നതൊക്കെ അത് താൽക്കാലികമാണ്. അതെല്ലാം ഇവിടെ കൊണ്ട് തീർന്നു പോകും. എന്നാൽ ദൈവസ്നേഹം നിക്ഷേപമായി, ക്രിസ്തുവിന്റെ സ്നേഹം നിക്ഷേപമായി സ്വർഗത്തിൽ സംവേദിച്ചു കഴിയുമ്പോൾ അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതേക്കുറിച്ച് പതിക്കുന്നത്. കാരണം നമ്മെ ആ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത് ക്രിസ്തു യേശുവിനെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മള് ഈ ക്രിസ്തുവാകട്ടെ, യേശു ക്രിസ്തു എവിടെയായിരിക്കുന്നത്? പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. അവനാണ് സ്നേഹത്തിന്റെ അത്യന്ത ധനം. ആ അത്യന്ത ധനത്തെ നമുക്ക് നൽകി നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ട് നമ്മുടെ നിശ്ചയം ഇരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. രാത്രി പറയാൻ സാധിക്കുമോ? എന്റെ ഹൃദയം, എന്റെ വാഞ്ച എന്റെ പ്രിയനോടാണ്. അവനാണ് എന്റെ നിക്ഷേപം. അവൻ സ്നേഹത്തിന്റെ മഹാസമ്പന്നനാണ്. അവനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്
പ്രാർത്ഥന പോലെ സാധിക്കും. നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. അതെ, പറഞ്ഞു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിച്ചു, നമ്മെ തെരഞ്ഞെടുത്തു. കുറ്റം നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. മരണത്തിനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ, വരുവാനുള്ളതിനോ, ഉയരത്തിനോ, ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. രാത്രിയിൽ ദൈവസ്നേഹം അതാണ്. എന്തിനു വേണ്ടിയാ ദൈവസ്നേഹം? മനുഷ്യ വംശത്തിൽ നിന്ന് മനുഷ്യനെ ദൈവം സ്നേഹിച്ചത്. അതെ, നമ്മെ ശിക്ഷിപ്പാൻ വേണ്ടിയല്ല, നമ്മെ ദൈവം സ്നേഹിച്ചത് രക്ഷിപ്പാൻ. അത് രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തി ആ മഹാസമ്പന്നതയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ സ്നേഹം ആ പുത്രന് കൊടുത്തപ്പോ അവർക്കെല്ലാം ഒന്നാകുന്നത് പോലെ നാമും ഒന്നായി തീരുവാനുള്ള വിളിയാണ് നമ്മുടെ മേലുള്ളത്. പിതാവിനുള്ളത് എല്ലാം പുത്രനുള്ളത് പോലെ പുത്രനുള്ളതെല്ലാം നാം കൂട്ടവകാശികളാണ്. രാത്രിയിൽ സ്തോത്രം ചെയ്താൽ നാം കൂട്ടവകാശികളാണ്. ഇവിടെ താൽക്കാലികമായിരിക്കുന്ന ജീവിതത്തിൽ കഷ്ടവും ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടാകാം. രാത്രി കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവേ, എത്ര ആഴമേറിയ കർത്താവേ അങ്ങയുടെ ദൈവമേ ഉദ്ദേശമാണ് ഞങ്ങളെ കുറിച്ചുള്ളത്. ഞങ്ങളുടെ ആലോചനയുടെ വിരുദ്ധം എത്ര വലുതാണ് കർത്താവ്. ഞങ്ങൾക്കത് പലപ്പോഴും മനസ്സിലാകാതെ പോകും. രാത്രി നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിക്കാൻ കർത്താവേ, ആഴം മനസ്സിലാക്കുവാൻ, ഞങ്ങളെ സ്നേഹിച്ച അമകാസ്നേഹം മനസ്സിലാക്കുവാൻ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ തന്നത്, അവൻ ശിക്ഷയേറ്റത്, അടിയേറ്റത്, മരിച്ചത്, തുപ്പലേറ്റത് ഞങ്ങളെ ഉയർത്താൻ വേണ്ടിയായിരുന്നു, ഞങ്ങളെ സ്വർഗീയസുവാസത്തിൽ ഇരുത്താൻ വേണ്ടിയായിരുന്നു. ആ തന്റെ ഏകജാതന പുത്രനിലെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ എന്ന് പറയുമ്പോൾ ആ ദൈവ സ്നേഹത്തിന്റെ ആരംഭം നിത്യജീവനാണെങ്കിൽ ധാരാളം പ്രാപിച്ച് അവനോട് കൂടെ ഇരിക്കുന്ന സകലവും നമുക്ക് നൽകുന്ന, നമ്മയെ ദൈവത്തോട് കൂട്ടവകാശിയായി തീർക്കുന്ന പിതാവാം ദൈവത്തിന്റെ സ്നേഹം. അതാണ് സാക്ഷാൽ സ്നേഹം. ഒന്നും മാറ്റിവെച്ചിട്ടില്ല, എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. ആ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുവാൻ, നമ്മെ വേർപിരിക്കുന്ന ഒന്നും ഉണ്ടാകാതിരിക്കുവാൻ ഇത് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും ദൈവത്തെ അറിയപ്പെട്ടാൽ വിശ്വാസത്തിന്റെ വിളിയുടെ ആത്മീയ അനുഗ്രഹത്തിന്റെ സകല ആത്മീയ അനുഗ്രഹത്തിന്റെ പിമ്പിൽ പറഞ്ഞിരിക്കുന്ന പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ സ്നേഹം മുഖാന്തരമുള്ള സകലവും നമുക്കുള്ളതിനായി സ്തോത്രം ചെയ്യാം. രാത്രിയിൽ എല്ലാ കരങ്ങളും ദൈവത്തിന്റെ ഉയർത്തി. ദൈവമേ നന്ദി. നേത്രത്തോളം ഒന്നുമില്ല കർത്താവേ, എന്നെ സ്നേഹിച്ച, ഞങ്ങളെ സ്നേഹിച്ച, ആദ്യ വംശത്തെ സ്നേഹിച്ച ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ മഹാപദവിയിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.